നമസ്കാരം. വിസ്മയ കാഴ്ചകളുടെ ലോകത്തേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ പ്യൂരിറ്റി വിസ്മയം ഇവിടെ ആരംഭിക്കുന്നു. സ്വാഗതം. വേദങ്ങളുടെയും ഉപനിഷത്തുക്കളുടെയും നാടായ ഭാരതം ഇന്ദ്രജാലത്തിന് ഇന്നും ഏറ്റവും കൂടുതൽ വളക്കൂറുള്ള മണ്ണായിരുന്നു. ഭാരതത്തിൽ അതിന്റെ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട് മാജിക്കിന്. ഭാരതീയമായ 64 കലകളിൽ മാജിക് വളരെ പ്രാധാന്യത്തോടുകൂടി എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്നു. അന്ന് രാജസദസ്സുകളിൽ കൂടോത്രമായും ദുർമന്ത്രവാദവുമായൊക്കെ അവതരിപ്പിച്ചിരുന്ന ജാലവിദ്യ ഇന്ന് വേദികളിൽ ഒരു കല എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു. മാജിക് ശാസ്ത്രമാണെന്ന് ജാലവിദ്യക്കാർ പറയുന്നു. ശാസ്ത്രവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഹിപ്നോട്ടിസം അതിനെ സമന്വയിപ്പിച്ചുകൊണ്ട് ജാലവിദ്യ അവതരിപ്പിക്കുന്നു. ഹിപ്നോട്ടിസം എന്താണ് എന്ന് നമുക്കറിയാം. ഒരു വ്യക്തിയുടെ ബോധമനസ്സിനെ ഉറക്കുന്നു, ഉപബോധ മനസ്സിനെ ഉണർത്തിയെടുക്കുന്നു. അതാണ് ഹിപ്നോട്ടിസം. പലപ്പോഴും വേദിയിൽ വെച്ച് ജാലവിദ്യക്കാർ മരവിപ്പിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഹിപ്നോട്ടിസത്തിന്റെ ഒരു പ്രോസസ്സാണ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബോധ മനസ്സിനെ ഉണർത്തിയെടുക്കുക, ഉപബോധ മനസ്സിനെ ഉറക്കുക. പക്ഷേ ബോധം ഇല്ലാത്ത ഒരു സിൽക്കിനെ എങ്ങനെ മരവിപ്പിക്കാം? അതാണ് ഇവിടുത്തെ ഇന്ദ്രജാലം. വാച്ച് കെയർഫുള്ളി. ഒരു സിൽക്ക്, ഈ സിൽക്കിനെ ഞാൻ റോൾ ചെയ്യുന്നു. Now watch it. Stand stiff. Stand stiff. ഒരു നാരങ്ങയെ പോലും ഇതിന് മുകളിൽ വെക്കാവുന്ന കരുത്തോടു കൂടിയാണ് ഈ സിൽക്ക് നിൽക്കുന്നത്. വാച്ച് ഇറ്റ്. Right? Now see? Relax. ഇനി സിൽക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൺജൂറിംഗ് മാജിക്. ഈ മാജിക്കിന് ഒന്ന് ഗ്രീൻ, രണ്ടാമത്തേത് യെല്ലോ, മൂന്നാമത്തേത് റെഡ്. 3 സിൽക്കുകൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസിൽ കോർത്തിട്ടിരിക്കുന്ന 3 സിൽക്കുകൾ. ഇതിൽ നടുവിലുള്ള സിൽക്കിന് മാത്രം, യെല്ലോ സിൽക്കിന് മാത്രം ഞാൻ എടുക്കുന്നു. അതിനുശേഷം ഒരു ബോക്സിനെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്നു. എംറ്റി ആയിട്ടുള്ള ഒരു ബോക്സ്. ഈ ബോക്സിനുള്ളിലേക്ക് സിൽക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. റൈറ്റ്? ഒന്നാമത്തെ ഭാഗം അടച്ചു, ഇവിടെയും അടച്ചു. അതിനുശേഷം ഈ സിൽക്കിനെ അകത്തേക്ക് ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. നൗ ഈ ബോക്സിനെ ഞാൻ അടച്ചു വെച്ചു. ഇനി ശ്രദ്ധിക്കണം, ഇവിടെയാണ് മാജിക് സംഭവിക്കാൻ പോകുന്നത്. യെല്ലോ സിൽക്ക് ഇരിക്കുന്നത് ഇതിനകത്താണ്, റെഡ് സിൽക്കും ഗ്രീൻ സിൽക്കും ഇവിടെയുണ്ട്. Now watch carefully. Number 1, 2 and 3 and here is the yellow silk. നാച്ചുറൽ ആയിട്ട് നിങ്ങളുടെ സംശയം ഉണ്ടാവും, ഇതിനകത്ത് യെല്ലോ സിൽക്ക് ഉണ്ടോ എന്നുള്ളത്. Watch carefully. It's gone. Right? ഇനി ഈ സിൽക്കിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. കൂട്ടിക്കെട്ടിയ രീതിയിലുള്ള 3 സിൽക്കുകൾ. വീണ്ടും നിങ്ങൾ ഒന്നുകൂടി നോക്കുക. എന്റെ കൈപ്പത്തി പതുക്കെ ഇതിനകത്തോട്ട് ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണാൻ സാധിക്കുന്നു, ഈ 3 സിൽക്കുകൾ ഒറ്റ സിൽക്കായി ഒരു വലിയ സിൽക്കായി മാറി.